വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ലിവ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു മിനി വ്ളോഗാണ്, എ ഡേ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. ജർമ്മനി പോകാനുള്ളൊരു പ്രിപ്പറേഷനിലൊക്കെയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മടിയുമായിരുന്നു. പിന്നെ ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് ലാസ്റ്റ് +2 ഒക്കെ ആയിരുന്നു, തിരക്കുകളൊക്കെ ആയിട്ടായിരുന്നു വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങനെ വെക്കേഷനൊന്നും കിട്ടിയില്ല. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉടനെ പോയി ചേരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നിടത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ നേരത്തെ എൻ്റെ സ്കൂളിൽ പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ചേർന്നത്. അപ്പോൾ ആളുടെ വീട്ടിലോട്ട് പോവുകയാണിന്ന്. എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ നിശ്ചയിച്ച് പോകുകയാണ്. അപ്പോൾ ആളുടെ വീട് വൈക്കത്താണ്. അപ്പം അങ്ങനെ ഞാൻ പോവുകയാണ്. ഞാൻ ബസ് കയറിയാണ്, തനിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അനുശ്രീ ചേച്ചി വരും. ഹോസ്റ്റലിലാണ്, ഞങ്ങൾ എറണാകുളത്താണ് പഠിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വരും. അപ്പോൾ ഇതാണ് ആളുടെ വീട്. അപ്പം എനിക്കറിയാമായിരുന്നു നല്ല രസമായിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഫോട്ടോസ് കണ്ട് അറിയാം, പുഴയുടെ സൈഡിലായിട്ട് എന്നാൽ റോഡും ഉണ്ട്, നല്ല ഭംഗിയുള്ള വീടാണ്. അപ്പം നല്ല രസമായിരിക്കും, നമുക്കൊരു റിസോർട്ടിലൊക്കെ പോയൊരു ഫീൽ തോന്നുമെന്നറിയാം. അപ്പോൾ പിന്നെ വിചാരിച്ച് പിന്നെ ഒരു മിനി വ്ളോഗ് ആക്കിയിരിക്കാം. കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാനുള്ള. അപ്പോൾ അങ്ങനെ ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് അവസാനം ഈ വീഡിയോയിലോട്ട് എത്തിയത്. ഈ പുഴയുടെ സൈഡിലുള്ള വീടാണ്. അപ്പം അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ആനുഷയുടെ അച്ഛൻ ഇങ്ങനെ നല്ല ഷെഡ് മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് പോകണില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തം കുറേ നേരം കറങ്ങി നടന്നു. സത്യം പറഞ്ഞാൽ അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഏത് നേരം ആ ഷെഡിൽ തന്നെയായിരുന്നു. അവിടെ ഇരുന്ന് അവിടെ കാറ്റ് കൊണ്ട് നല്ല കാറ്റുമായിട്ട് അവിടെ ഇങ്ങനെ പുഴയെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ സുഖമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേറ്റിട്ടില്ല. അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചതല്ല, അവിടെ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. മിക്കപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വലിയ ഔട്ടിങ്ങിന് പോകുമ്പോൾ വിചാരിക്കും ഒരു വീഡിയോ പിടിക്കാം എന്നൊക്കെ, അതൊക്കെ മെമ്മറീസ് അല്ലേ പിടിക്കാമെന്നൊക്കെ ആലോചിക്കും. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ പോകുന്ന എന്തെങ്കിലും വെളിയിൽ മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാവും നടക്കുകയില്ല. ഇതാകുമ്പോൾ നല്ല പീസ് ആയിട്ട് നല്ല റിലാക്സിങ് ആയിട്ട് നല്ല രസമായിരുന്നു. ഇത് മൈൻഡ് ചെയ്തു ഞങ്ങൾ എന്തൊക്കെയോ ഒത്തിരി കിടന്ന് പൊട്ടത്തരങ്ങൾ എന്താണ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. കുറേ സംസാരിച്ച് കുറേ നേരം അവിടെ ഈ ഷെഡിലിരുന്ന് സംസാരം തന്നെയായിരുന്നു ബാക്കി സമയം. അങ്ങനെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആനുഷയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ അവർ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു. അത് ഞങ്ങൾ ഷെഡിൽ തന്നെ ഇരുന്ന് കഴിച്ചു. കാരണം അവിടെ നിന്ന് മാറാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ എവിടെ പോയാലും ഉള്ള പോലെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് അതൊക്കെ തന്നെയായിരുന്നു പണി. ഈ വീഡിയോ എടുക്കുന്ന ആളാണ് അനൂഷ. അവളില്ലാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇപ്പോഴത്തെ മറ്റേതാണ് അനശ്വര ചേച്ചി. ഞങ്ങളെല്ലാം സെയിം ക്ലാസ്സിലാണ്. ഞങ്ങൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ 2nd ലെവലാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അനശ്വര ചേച്ചിനെ പരിചയപ്പെടുന്നത്. അനൂഷയും ഞാനും നേരത്തെ +1 +2 ഒന്നിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ അവിടെയൊക്കെ കറങ്ങി നടന്നു. അങ്ങനെ എന്താ പറയുക, നല്ല രസമുള്ള ഡേറ്റ് ആയിരുന്നു. ഒത്തിരി എന്തൊക്കെയൊക്കെയോ ഇരുന്നു അതൊരാൾ സംസാരിച്ചോ. നല്ല രസമായിരുന്നു. നമുക്ക് എന്താ പറയുക, നമുക്ക് വേറെ ഒന്നും ആലോചിക്കില്ല. നല്ല പീസായിട്ടും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാളിൽ അവിടെയൊക്കെ പോയാലും നേച്ചറിൽ ഇറങ്ങി നടക്കാം. അങ്ങനൊരു പീസ്, അങ്ങനെ ഒരു വൈബ് കിട്ടുമ്പം അതൊരു അടിപൊളി വൈബാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്ത് നടന്നു. അങ്ങനെ ഞാൻ ഒരു രാവിലെയൊക്കെ ആയപ്പോൾ പോയതാണ്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോസ് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.